പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മളോട് ചോദിക്കുന്ന പ്രോബ്ലംസ്, ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് വരയ്ക്കുന്നുണ്ട്. ഒരു യു ആകൃതിയിലുള്ള മാഗ്നറ്റ് എടുക്കുന്നു. ഈ യു ആകൃതിയിലുള്ള മാഗ്നറ്റ് ആണെങ്കിലും, ഇനി അതല്ല ഏത് മാഗ്നറ്റ് ആണെങ്കിലും നമുക്കറിയാം അതിന് രണ്ട് പോളുകൾ ഉണ്ടാകും, രണ്ട് ധ്രുവങ്ങൾ ഉണ്ടാകും. സൗത്ത് പോൾ ഉണ്ടാകും, നോർത്ത് പോൾ ഉണ്ടാകും. ഇനി ഈ മാഗ്നറ്റിന് ചുറ്റുഭാഗത്തും മാഗ്നറ്റ് ഫീൽഡ് ഉണ്ടാവും, കാന്തിക മണ്ഡലം ഉണ്ടാവും. അതായത് ഒരു കാന്തത്തിന്റെ കാന്തശക്തി അനുഭവപ്പെടുന്ന അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും. ഈ കാന്തിക മണ്ഡലം അഥവാ ഇതിനുള്ളിൽ എന്തായാലും കാന്തിക മണ്ഡലം ഉണ്ടാവും. ഈ കാന്തിക മണ്ഡലത്തിനുള്ളിൽ നമ്മൾ കറന്റ് കടന്നു പോകുന്ന ഒരു ചാലകത്തെ, ഒരു കണ്ടക്ടറിനെ വെക്കുകയാണ്. ഇപ്പൊ ഞാൻ ഒരു പേര് കൊടുക്കുന്നു, AB എന്ന് പറയുന്ന ഒരു ചാലകത്തെ നമ്മൾ വെക്കുന്നു. ഇനി ഈ ചാലകത്തെ കറന്റ് കടത്തി വിടാനായിട്ട് ഒരു ബാറ്ററിയുമായിട്ട് നമ്മൾ ഘടിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ ഈ AB എന്നുള്ളത് കറന്റ് കടന്നു പോകുന്ന ചാലകമാണ്, കണ്ടക്ടറാണെന്ന് പറഞ്ഞൂടെ അല്ലെ? ഈ കറന്റ് കടന്നു പോകുന്ന ചാലകത്തെ ഈ കാന്തിക മണ്ഡലത്തിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഒരു ബലം അനുഭവപ്പെടും, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയും. ഓക്കെ, ഞാൻ ഒന്നും കൂടി അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കാണിച്ചു തരാം. അപ്പൊ എൻ്റെ കൈ ഇതാ, ഈ ഒരു കൈ നിങ്ങൾ ഒരു യു ആകൃതിയിലുള്ള മാഗ്നറ്റായി സങ്കല്പിക്കുക. യു ആകൃതിയിലുള്ള മാഗ്നറ്റ്. ഇനി ഈ മാഗ്നറ്റിനുള്ളിൽ മുകൾ ഭാഗത്ത് ഞാൻ പറയുന്നു നോർത്ത് ഭാഗമാണ് മാഗ്നറ്റിന്റെ എങ്കിൽ താഴെ ഭാഗത്ത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി ഞാൻ ഇതിനുള്ളിലൂടെ കറന്റ് കടന്നു പോകുന്ന ഒരു കണ്ടക്ടർ വെക്കുകയാണ്, ഒരു ചാലകം വെക്കുന്നു. ഈ ചാലകത്തിലൂടെ കറന്റ് കടന്നു പോകുന്നുണ്ട് എങ്കിൽ ഇതിനൊരു ബലം അനുഭവപ്പെടും. ആ ബലം കാരണം ചിലപ്പോൾ അത് ഉള്ളിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ പുറത്തേക്ക് നീങ്ങാം. അഥവാ ഇങ്ങനെ ആ ബലം അനുഭവപ്പെടുന്നു. ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പൊ നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ്. നിർവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം, കറന്റ് ശക്തമായ കാന്തിക മണ്ഡലത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കറന്റ് കടന്നു പോകുന്ന ചാലകത്തിന് മുകളിൽ ഒരു ബലം അനുഭവപ്പെടും. ഇതിനെ മോട്ടോർ തത്വം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇനി ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ എഴുതണം, കറന്റ് കാരിങ് കണ്ടക്ടർ എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കറന്റ് കാരിങ് കണ്ടക്ടറിന് മുകളിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. ഇതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോട്ടോർ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മോട്ടോർ തത്വം അല്ലെങ്കിൽ എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് മോട്ടോർ തത്വം അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വേറെ രൂപത്തിലുള്ള ഒരു ഡെഫിനിഷൻ അവിടെ കാണാൻ പറ്റും. അതേ മീനിങ് വരുന്ന രൂപത്തിൽ ആ ഡെഫിനിഷൻ ഒന്ന് ചുരുക്കി വായിച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷൻ മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞു കറന്റ് കടന്നു പോകുന്ന കണ്ടക്ടറിനെ ഈ കാന്തത്തിന് ഉള്ളിൽ വെക്കുകയാണെങ്കിൽ ഇതിനൊരു ഫോഴ്സ് അനുഭവപ്പെടൂലേ? അപ്പൊ ആ ഫോഴ്സ് കാരണം ഈ ചാലകം ഒന്നുകിൽ ഉള്ളിലേക്ക് നീങ്ങാം, അല്ലെങ്കിൽ പുറത്തേക്ക് നീങ്ങാം. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഈ ചാലകം ഉള്ളിലേക്കാണോ നീങ്ങുക അതോ പുറത്തേക്കാണോ നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഏത് ദിശയിലേക്കായിരിക്കും അതിൻ്റെ ചലനം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു നിയമമുണ്ട്. ആ നിയമത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്നാ പറയാം. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം എന്ന് പറയും. ഇടത് കൈ നിയമം അല്ലെ? ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. ഓക്കെ, അപ്പൊ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം. അപ്പൊ ഞാൻ ആ നിയമം എന്താന്ന് പറയാം. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം, നമ്മൾ ഇടത് കൈയിലെ 3 വിരലുകൾ അഥവാ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ലംബമായി പിടിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ബലത്തിന്റെ ദിശയായിരിക്കും, അതുപോലെ തന്നെ ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയായിരിക്കും, നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ദിശയായിരിക്കും. ഇതാണ് നിയമം പറയുന്നത്. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടു നോക്കിയാൽ മതി. അപ്പൊ നമ്മളോട് അഥവാ നിയമത്തിന്റെ ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം, ഇടത് കൈയിലെ തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ലംബമായി പിടിച്ചാൽ തള്ളവിരൽ സൂചിപ്പിക്കുന്നത് ബലത്തിന്റെ ദിശയെയും ചൂണ്ടുവിരൽ സൂചിപ്പിക്കുന്നത് കാന്തിക മണ്ഡലത്തിന്റെ ദിശയെയും അതുപോലെ തന്നെ നടുവിരൽ സൂചിപ്പിക്കുന്നത് കറന്റിന്റെ ദിശയെയും ആയിരിക്കും. ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാ പറയാ. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇത്രമാത്രം എഴുതിയാൽ മതി. സ്ട്രെച്ച് ദ 3 fingers in left hand mutually perpendicular, then the thumb represents the direction of force, forefinger represents the direction of magnetic field, and middle finger represents the direction of electric current.
ഈ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം അഥവാ ലെഫ്റ്റ് ഹാൻഡ് റൂള് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാം എന്നുള്ളതിന് ഒരു ചെറിയ ട്രിക്കും കൂടി പറഞ്ഞു തരാം. അതായത് നമ്മൾ ഈ 3 വിരലുകളാണ് നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എടുക്കേണ്ടത് അഥവാ പരസ്പരം ലംബമായിട്ട് പിടിക്കേണ്ടത്. ഇതിലെ ഈ വിരലിനെ നമ്മൾ ഫാദർ ആയിട്ട് സങ്കല്പിക്കുക, അതുപോലെ തന്നെ ഈ വിരലിനെ നമ്മൾ മദർ ആയിട്ട് സങ്കല്പിക്കുക. ഇനി ഫാദർ മദർ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വിരലിനെ നമ്മൾ എന്ത് ചെയ്യുക, ചൈൽഡ് ആയിട്ട് സങ്കല്പിക്കുക. ഓക്കെ, അപ്പം ഞാൻ എഴുതുന്നു ഫാദർ മദർ ചൈൽഡ്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഫാദർ ആണെന്ന് പറഞ്ഞു അല്ലേ. ഫാദറിലെ എഫും ഫോഴ്സും നമുക്ക് കണക്ട് ചെയ്തുകൂടെ? ഓക്കെ, ഇനി അതുപോലെ തന്നെ മദറിലെ എമ്മും മാഗ്നറ്റിക് ഫീൽഡിലെ എമ്മും നമുക്ക് കണക്ട് ചെയ്തുകൂടെ? ഇനി അടുത്തത് ചൈൽഡിലെ സിയും കറണ്ടിലെ സിയും നമുക്ക് കണക്ട് ചെയ്തുകൂടെ അല്ലേ? അപ്പം നമ്മൾ ഈ 3 വിരലുകൾ ഏതാണ് ഫാദർ, ഏതാണ് മദർ, ഏതാണ് ചൈൽഡ് എന്നറിയാമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഓർത്ത് വെക്കുന്നതോട് കൂടിയിട്ട് ഈ നിയമം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ഈ വിരലല്ലേ, ചൂണ്ടുവിരലല്ലേ, 4 ഫിംഗർ അല്ലേ. അപ്പോൾ ആ 4 ഫിംഗർ അല്ലെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുക, നോർത്ത് നിന്ന് സൗത്തേക്ക് ആയിരിക്കും അല്ലേ. അപ്പം നോർത്ത് നിന്ന് സൗത്തേക്ക് നമ്മൾ ഈ 4 ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ, ചൂണ്ടുവിരൽ വെച്ച് കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ ശരിയായി. ഇനി അതുപോലെ തന്നെ ഇവർ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് കറന്റ് താഴേക്കാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കറന്റ് താഴേക്ക് എന്ന് പറയുമ്പോൾ കറന്റിനെ സൂചിപ്പിക്കുന്ന വിരൽ നമ്മളെ ഈ മിഡിൽ ഫിംഗർ ആയതുകൊണ്ട് മിഡിൽ ഫിംഗർ അങ്ങോട്ടേക്ക് വെക്കണം, താഴേക്ക് വരുന്ന രൂപത്തിൽ വെച്ചു. അപ്പം നമുക്കിതാ ഈ തമ്പ് എങ്ങോട്ടേക്കാ, ബോർഡിന് പുറത്തേക്കല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് ആക്ടിങ് ഔട്ട് വേർഡ് എന്ന് പറയാൻ പറ്റും. ഫോഴ്സ് അനുഭവപ്പെടുന്നത് പുറത്തേക്കായിരിക്കും. ഇങ്ങനെയാണ് ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ ചെയ്യുക. ഇനി ഇതുപോലെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ സൗത്ത് ഇങ്ങോട്ടേക്കും നോർത്ത് ഇങ്ങോട്ടേക്ക് തന്നിട്ടും കറന്റ് മുകളിലേക്ക് തന്നിട്ടും അല്ലെങ്കിൽ കറന്റ് തരാതെ ഫോഴ്സ് തന്നിട്ടൊക്കെ നമ്മളോട് ചോദിക്കാം. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന മെത്തേഡ് ഈ സെയിം മെത്തേഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്ര മാത്രമേ നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളൂ. ഇനി ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തന്നു. ഇനി ഇതുപോലെ ബാക്കി ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ കാണുന്ന സമയത്ത് ഇതേ രീതി ഉപയോഗിച്ച് നമുക്ക് ഇതിനെല്ലാം ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഒരു മാഗ്നറ്റ് തന്നിട്ടുണ്ട്, 2 മാഗ്നറ്റുകൾ, അഥവാ ഈ മാഗ്നറ്റിൻ്റെ ഈ ഭാഗത്ത് സൗത്താണ്, ഈ ഭാഗത്ത് നോർത്താണ്. ഇനി നമ്മോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ബലം ഉള്ളിലേക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ കറന്റ് കടന്നു പോകുന്ന ദിശ കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് വെൻ ഫോഴ്സ് ആക്ടിങ് ഇൻവാർഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി ഇതിന് ആൻസർ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കണ്ടെത്തി നോക്കുക. എന്നിട്ട് ഞാൻ ആൻസർ പറയാം. അത് വെച്ചുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ ആൻസറും ഞാൻ പറയുന്ന ആൻസറും ശരിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എനിവേ ഞാൻ ഇതിന് ആൻസർ പറയാം. നമുക്കറിയാം കാന്തിക മണ്ഡലങ്ങൾ സഞ്ചരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും കാന്തിക ബലരേഖകളുടെ സ്ഥാനം അല്ലെങ്കിൽ ദിശ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബലം ഇവർ ഉള്ളിലേക്കാണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്തു നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അല്ലെങ്കിൽ ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കറന്റിന്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നത്. മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ബലത്തിന്റെ ദിശയായിരുന്നു കണ്ടെത്തിയിരുന്നത്, അവിടെയും നമ്മൾ ആ നിയമം ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേ നിയമമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് പറയാം. അതായത് കാന്തിക മണ്ഡലങ്ങളെ സൂചിപ്പിക്കുന്ന വിരൽ ഇതല്ലേ അല്ലേ, നമ്മൾ നേരത്തെ മദർ എന്ന് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ റെഡി ആകൂല. കാരണം നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിരൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ പിടിച്ചു അല്ലേ. അപ്പോൾ നോർത്ത് നിന്ന് സൗത്തിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി നിങ്ങൾ നോക്കി ബലം എങ്ങോട്ടേക്കാണ്, ഉള്ളിലേക്ക് എന്നല്ല അവർ ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ ബലത്തെ സൂചിപ്പിക്കുന്ന വിരല് അല്ലേ, ഫാദർ ഫോഴ്സ് എന്ന് കണക്ട് ചെയ്തു, ഈ വിരലാണ്. അപ്പോൾ ഈ വിരൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കണം, ഉള്ളിലേക്കാക്കി കൊടുക്കണം. ഉള്ളിലേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 വിരലുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ ഈ വിരൽ എങ്ങോട്ടേക്കായിരിക്കും, താഴേക്കായിരിക്കും. അപ്പം നമുക്ക് പറഞ്ഞൂടെ ഈ വിരൽ സൂചിപ്പിക്കുന്നത് എന്തിനാണ്, കറന്റിന്റെ ഡയറക്ഷനാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും കറന്റ് ഫ്ലോസ് ഡൗൺവേർഡ് അല്ലെങ്കിൽ കറന്റ് താഴേക്ക് ഒഴുകുന്നു എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചിത്രം തന്നിട്ട് കറന്റ് എങ്ങോട്ടേക്ക് ഒഴുകുന്നു അല്ലെങ്കിൽ ബലം എങ്ങോട്ടേക്ക് അനുഭവപ്പെടുന്നു എന്ന് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. ഇങ്ങനെ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടുന്ന് സാധാരണ കാണാറുള്ളത്. ഇനി അതിലെ മോട്ടോർ പ്രിൻസിപ്പിൾ മാത്രവും ചോദിക്കാറുണ്ട്, അതല്ല ചിത്രം തന്നിട്ട് ഡയറക്ഷൻ കണ്ടെത്താനും ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് രൂപത്തിലുള്ള ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും.